കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ദമ്പതിമാർ കഴിക്കേണ്ട ഫുഡുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രശ്നങ്ങൾ കാരണം അണ്ടോൽപാദനത്തിന് മറ്റും കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ഗർഭധാരണത്തിന് തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രഗ്നന്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇനി ഏതൊക്കെ ഭക്ഷണങ്ങളാണെന്ന് നോക്കാം. ഒന്നാമതായി വെജിറ്റബിൾസ് ആണ്. എല്ലാ തരത്തിലുമുള്ള പച്ചക്കറികളും നല്ലതാണ്. കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ട ഇലക്കറികൾ, ബ്രോക്കോളി, ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടറ്റോ പോലുള്ള വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ കൂടുതലായിട്ട് അയൺ, ഫോളിക് ആസിഡ്, ആൻറ്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിളർച്ച ഒഴിവാകാൻ ഇത് സഹായിക്കുന്നതാണ്. വിളർച്ച ഉണ്ടായാൽ നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിൽ താമസമുണ്ടാവാം. ഫോളേറ്റ് കുഞ്ഞിന്റെ തലച്ചോറിന്റെയും നാഡീവ്യൂഹത്തിന്റെയും തകരാറുകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. രണ്ടാമതായിട്ട് ഫ്രൂട്ട്സ് ആണ്. എല്ലാ തരത്തിലുമുള്ള ഫ്രൂട്ട്സും നല്ലതാണ്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആയ ഓറഞ്ച്, നെല്ലിക്ക, കിവി, സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി തുടങ്ങിയവയാണ്. ഇവയിൽ ധാരാളം വിറ്റാമിൻ സി, മിനറൽസ്, ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബീജത്തിന്റെയും അണ്ടത്തിന്റെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ ബീജത്തിന്റെ ചലനശേഷി കൂട്ടാനും ഇത് സഹായിക്കുന്നതാണ്. മൂന്നാമത്തേത് പയർ വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള ചെറുപയർ, വൻപയർ, ബീൻസ്, പരിപ്പൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ ധാരാളം പ്രോട്ടീൻസ്, ഫോളേറ്റ്, ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓവുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും നല്ലൊരു കുഞ്ഞുണ്ടാവാനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ വെജ് പ്രോട്ടീൻസ് ആണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടതാണ്. മിതമായ രീതിയിൽ നമുക്ക് മാംസ പ്രോട്ടീനും കഴിക്കാവുന്നതാണ്. നാലാമത്തേത് മത്സ്യങ്ങളാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള നെത്തോലി, മത്തി, കോര, മീനിലൊക്കെ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രോട്ടീൻ, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ഓവുലേഷൻ കറക്റ്റ് സമയത്ത് നടക്കാൻ സഹായിക്കുന്നതാണ്. അഞ്ചാമത്തേത് പാലുൽപ്പന്നങ്ങളാണ്. പാല്, തൈര്, ചീസ് ഇവയിലെല്ലാം വൈറ്റമിൻ ഡി, കാൽഷ്യം, പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഓവുലേഷൻ നടക്കുന്നതിനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും അതുപോലെ എല്ലിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നതാണ്. ആറാമത്തേത് നട്ട്സ് ആണ്. ഇതിൽ വാൾനട്ട്, ബദാം ഉൾപ്പെടുന്നു. ഇതിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഒമേഗ 6 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള പുരുഷ ബീജം ഉണ്ടാകുന്നതിനും ബീജത്തിന്റെ ചലനശേഷി കൂട്ടുന്നതിനും ഇത് സഹായിക്കുന്നു. ഏഴാമത്തേത് മുട്ടയുടെ മഞ്ഞയാണ്. ഇതിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B16, വൈറ്റമിൻ B12, ഫോളേറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. ദിവസേന ഒരു മുട്ട വീതമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എട്ടാമത്തേത് ശതാവരിയാണ്. ഇതിൽ ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു കപ്പ് ബോയിൽ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് 60% ഫോളിക് ആസിഡ് നമുക്ക് ശരീരത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ കെ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, സിങ്ക്, സെലേനിയം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിനുണ്ടാകുന്ന ബർത്ത് ഡിഫക്റ്റ് കൺട്രോൾ ചെയ്യാനും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ്. ഇത് പുരുഷനും സ്ത്രീയും കഴിക്കുന്നത് നല്ലതാണ്. ഒൻപതാമത്തേത് സൺഫ്ലവർ സീഡ് ആണ്. വൈറ്റമിൻ എ, സിങ്ക്, സെലേനിയം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പുരുഷ ബീജത്തിന്റെ കൗണ്ട് കൂട്ടുന്നതിനും ബീജത്തിന്റെ ചലനശേഷി കൂട്ടുന്നതിനും ഇത് സഹായിക്കുന്നു. പത്താമത്തേത് ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ പെട്ടെന്ന് വർദ്ധിപ്പിക്കാത്ത തരത്തിലുള്ള ഫുഡുകളായിട്ടുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റഡ് ഫുഡാണ്. അതായത് ഹോൾ ഗ്രെയിൻസ്. എക്സാമ്പിൾ ബ്രൗൺ റൈസ്, ബാർലി, കോൺ, ഓട്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ. ഇതോടൊപ്പം 2.5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് പ്രഗ്നന്റ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.